ഹലോ ഗൈസ്, ഫിഷിംഗ് ഗ്ലാഡീസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നാണ് നമ്മൾ വലയൊക്കെ ഇടാന്ന് വെച്ചൊക്കെ ഇരിക്കുവായിരുന്നു. അതിലൊക്കെ നല്ലപോലെ വെള്ളം കൂടി എല്ലാവർക്കും കൂടിനകത്തും വലയ്ക്കകത്തൊക്കെ നല്ലപോലെ മീനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വലയൊക്കെ ഇട്ടുണ്ട്, അതൊക്കെ ഒന്ന് പൊക്കി നോക്കാം. നിങ്ങളെന്തായാലും വീഡിയോ ഒന്ന് കാണും കേട്ടോ. ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പാലത്തിൻ്റെ മുകളിൽ നിന്ന് കണ്ട ഇത് കൂട് പൊക്കി ഇഷ്ടംപോലെ മീനെ കിട്ടിയത്. എന്തായാലും നമ്മൾ താഴെ നല്ലപോലെ ഒന്ന് ഷൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ കൂടെ എടുത്ത കൂട്ടത്തിൽ അങ്ങോട്ട് അവിടെ ഒരു ആരകം പോയായിരുന്നു, അതിനെ പുള്ളി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. കഴിച്ച് എന്തായാലും നമുക്ക് എന്തായാലും നമ്മുടെ വല എടുത്തോട്ട് പോകാം. അവിടെ എന്തായാലും നമുക്കും മീനെ കിട്ടാതിരിക്കത്തില്ലല്ലോ. ഇവിടെ നമുക്ക് എന്തായാലും പോയി നോക്കാം കേട്ടോ. ആവശ്യം അപ്പോൾ വെള്ളമൊക്കെ കയറിയുണ്ട്. നമ്മളിവിടെ വരെ കയറിയിട്ടുണ്ട്. നമ്മൾ വെള്ളം തന്നെ ഇവിടെ കിട്ടിയിരുന്നത്. കുറ്റിയൊക്കെ മുങ്ങി. എന്തായാലും വലയും നോക്കണം. ഇങ്ങോട്ടുണ്ട്, നമ്മൾ നടന്നു പോകുന്ന വഴിയൊക്കെ ഉണ്ട്. ഇത്രയും വെള്ളമുണ്ട്. കഴിച്ചപ്പോൾ പിന്നാണ് ഫ്രണ്ടിൽ അങ്ങോട്ട് നമ്മൾ നടന്നു പോയി കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേനും ആ കരക്കെല്ലാം തൂളി കുറേ കയറി കിടപ്പുണ്ടായിരുന്നു. അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും എല്ലാം കുറച്ചൊക്കെ ഓടി. എന്നാലും നമ്മളെന്തായാലും നമ്മുടെ വീശ് വലയുണ്ട്, പെട്ടെന്ന് നമ്മൾ വീശാനുള്ള പ്ലാനിങ്ങിൽ വലയൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വല വീശാൻ പോകാം. പിന്നെ നമ്മളത്ര വീശാനൊന്നും വലുതായിട്ടൊന്നും അറിയത്തൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടേതായിട്ട് ഒരു രീതിയിൽ അങ്ങ് വീശും. വലിയ വിരിവൊന്നും വരത്തില്ലേലും അത്യാവശ്യം മീനെ കിട്ടാറുണ്ട്. അപ്പം അതിനകത്ത് തൂളി ഉണ്ടായിരുന്നു കണ്ടോ, നിങ്ങൾക്ക് നോക്കി കാണാൻ പറഞ്ഞു. നല്ലതായിട്ട് ചാടിപ്പോണ്ട് അതിൻ്റെ മുകളിൽ കൂടെ. തൂളി ചാടിപ്പോയി. ഉണ്ടോ അതിനകത്തുണ്ടോ? മീനുണ്ട് തൂളിയുണ്ട്. വല എടുത്തോണ്ടെന്ന കാര്യം കേട്ടോ. 4 തൂളി കിട്ടുന്നുണ്ട്. 1 2 അടുത്ത് അങ്ങനെ വിരിയത്തില്ലെന്ന് 3 4 മീൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഫസ്റ്റ് പീസ്. അയ്യോ, അവിടെ വലയാണ് നോക്കാം. ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും എനിക്ക്. അതുകൊണ്ട് അതിൻ്റെ പൊങ്ങുണ്ട് നോക്കാം. ഗൈസ്, നമ്മുടെ വല എടുക്കുകയാണ്. വല ഈ നേർക്കാരും നമ്മൾ ഇട്ടിരുന്നത് ഇന്നലെ രാത്രി. വെള്ളം കൂടിയിട്ട് ഇപ്പം അത് സൈഡ് കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അത് നമ്മൾ വലിച്ചു കയറ്റിയാണ്. മേലോട്ടും കയറി വല നമ്മൾ വലിച്ച് ഇങ്ങോട്ട് പോട്ടെ, ഇങ്ങോട്ടും കയറ്റി പോട്ടെ. വലിച്ച് നമ്മുടെ വല മൊത്തം കുരുങ്ങിയെങ്കിലും അത് ആവശ്യത്തിനുള്ള ഇടഭാഗത്താണ്. അതെന്താ ഈ സൈഡ് മീൻ കൂടുതൽ കയറിയത്. വല നമുക്ക് റെഡിയാക്കരുത്. ഇത് നമ്മൾ ഊരിലടിച്ചിട്ടുണ്ട്. വൈകിട്ട് കയറിയത് അതാ. അപ്പുറത്ത് വേറെ വല നോക്കാം, അതോടെ നോക്കാം. കഴിച്ചപ്പോൾ നമ്മളാണ് വലയൊക്കെ നോക്കാൻ വന്നപ്പോഴാണ് ചോദിനകത്തൊക്കെ നല്ല ഒരു തൂളിയൊക്കെ ഒന്ന് കയറുന്ന പോലെ തോന്നി. തേമ്പക്കാനും കൊണ്ട് അപ്പോൾ അവിടെയൊക്കെ കുറേ തപ്പി നോക്കി. പിന്നെ ആ വലയിലൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ എന്തായാലും നമ്മുടെ വലയൊക്കെ നോക്കി മീനൊക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു വീശിയപ്പോഴത്തേനും ഇഷ്ടംപോലെ മുള്ളീനെ കിട്ടിയായിരുന്നു. നല്ല വല നിറച്ചു അത്യാവശ്യം മുള്ളിയൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വല സെറ്റ് ചെയ്തിട്ടപ്പോഴത്തേനും നമുക്ക് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. മീൻ കേട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊങ്ങ് നനങ്ങുന്നുണ്ട്. ഇപ്പോൾ എടുത്തിട്ടിട്ട വല അടിയും കൂടെ ഫ്രണ്ടിലോട്ട് കുറച്ച് വലിച്ചു വിടാം. ഇങ്ങനെ വള്ളം കെട്ടിയിട്ട് രണ്ടെണ്ണം അവിടെ ആ വലിയ വലേ എവിടെ എടുത്ത് അങ്ങ് ഇടണ്ടാ, പിന്നെ പണി. കാഴ്ച അപ്പോൾ നമ്മൾ 2 മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇട്ട വലയാ. പിന്നെ അടുത്ത മീനുണ്ട്, നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വലയിലാണ് മീൻ ഉടക്കിയിട്ട് നമ്മൾ ഒന്നുകൂടെ ഇറങ്ങിയ കേട്ടോ. 2 അടുപ്പിച്ച് കയറിയായിരുന്നു. പൊക്കിയ രീതിയിലാണ് ഒരെണ്ണം മിസ്സായി പോയി കേട്ടോ. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും നമ്മൾ പുതിയൊരു വീഡിയോ പുറകെ വരുന്നുണ്ട് ഗൈസ് കേട്ടോ. നമ്മൾ ഇവിടെയാണ് അടിപൊളിയായിട്ട് പുല്ലിനകത്ത് എല്ലാം തൂളി കയറി നമ്മൾ തപ്പിപ്പിടിക്കുന്ന വലയിട്ട് കൂടിനകത്ത് പിടിക്കുന്ന കാര്യം നല്ല ചാക്ക് കണക്കിന് മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ. നമ്മൾ എന്തായാലും ഉടനെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും.